ലെമീൻ യമാലിനെ ഒന്ന് ചൊറിഞ്ഞത് മാത്രമേ അവൻ ഓർമ്മയുണ്ടാവുള്ളൂ. 94 മിനിറ്റ് അല്ലെങ്കിൽ 90 മിനിറ്റ് വരേക്കും ഒന്ന് അയഞ്ഞ് കളിച്ചുകൊണ്ടിരുന്ന ബാഴ്സലോണ 94 മിനിറ്റിൽ ആ ചൊറിച്ചിലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, ആ ചൊറിച്ചിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൊടുത്തതാണ് ദ പ്രോപ്പർ റിപ്ലൈ എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് നാളിന് ശേഷം റാഷ്ഫുഡ് ബാഴ്സലോണ ജേഴ്സിയിൽ കളിച്ചപ്പോൾ ഒരു ഇംഗ്ലീഷ് മാൻ ബാഴ്സലോണയ്ക്ക് വേണ്ടി അത്രയും കാലത്തിന് ശേഷം കളിക്കുന്നത് കാണുമ്പോൾ എവിടേക്കോ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. പ്രീമിയർ ലീഗിൽ നിന്നും അവിടെ നിന്നൊക്കെ നല്ല പ്ലേയേഴ്സ് ഇവിടെ വന്ന് കളിക്കേണ്ടതാണല്ലോ നമ്മുടെ ക്ലബിന് വേണ്ടിയിട്ടും എന്നുള്ളൊരു സാധനം ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ പെഡ്രി ആസ് യൂഷ്വൽ, എന്താണോ പെഡ്രി അത് തന്നെയായിരുന്നു ഇവിടെയും പെഡ്രി എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ബാഴ്സലോണയുടെ ആദ്യത്തെ ഒഫീഷ്യൽ ലാലിഗ മാച്ചിനെ കുറിച്ച് സംസാരിക്കാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. ആൻഡ് എനിക്കൊരു റിക്വസ്റ്റും കൂടെ ഉണ്ട് ഗൈസ്, വീഡിയോ മുഴുവൻ കാണണം, 2 സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും അത് താഴെ കമൻറ്റും കൂടെ ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോയിലേക്ക് പോകുന്നത് കേട്ടോ. സോ വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ് ഫുട്ബോൾ ക്ലബ്. FC ബാഴ്സലോണയും മയോക്കയും തമ്മിലുണ്ടായിരുന്ന മത്സരത്തിൽ 3-0 വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് ബാഴ്സലോണ തൻ്റെ ആദ്യത്തെ ലാലിഗ മാച്ച് ജയിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓരോ ബാഴ്സലോണ ആരാധകനെ സംബന്ധിച്ചിടത്തോളം. കാരണം ജയിക്കുക, പോയിന്റ്സ് കയ്യിലെടുത്ത് വെക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെന്തായാലും വെടുപ്പായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിലും ഒരുപാട് കൺഫ്യൂഷൻസ് പോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40-ാം മിനിറ്റിൽ 2 റെഡ് കാർഡ് കിട്ടി. ഓപ്പോസിറ്റ് പാർട്ടിയിൽ 2 പ്ലേയേഴ്സ് കുറവായിട്ട് നിൽക്കുന്ന സമയത്ത് കുറച്ചും കൂടെ അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു ബാഴ്സലോണയെ അല്ലേ എല്ലാവരും പ്രതീക്ഷിച്ചത്. അപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ്സിങ് ആയിരുന്നു എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ശരി തന്നെയാണ്. പക്ഷേ അത് പൂർണ്ണമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോട്ട്സിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ശരിയാണ്, ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 24 ഷോട്ട്സ് ബാഴ്സലോണ ഇന്നലെ അടിച്ചു എന്നുള്ളതാണ്. അതിൽ ഷോട്ട്സ് ഓൺ ടാർഗറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 എണ്ണമാണ്. ആൻഡ് അതിൽ പാസസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 570 പാസുകൾ ഉണ്ടായിരുന്നു. പാസ് അക്യുറൻസി ആണെന്നുണ്ടെങ്കിൽ 88. അതിൽ ഞെട്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓവറായി പോകുമെന്ന് എനിക്കറിയില്ല. പെഡ്രി തന്നെയാണ് ആസ് യൂഷ്വൽ. പുള്ളി പാസിങ്ങിൻ്റെ കാര്യത്തിലായാലും ബോളിൻ്റെ റിക്കവറിയുടെ കാര്യത്തിലായാലും ബോളിൻ്റെ കൺട്രോളിൻ്റെ കാര്യത്തിലായാലും ആസ് യൂഷ്വൽ തന്നെയായിരുന്നു. പിന്നെ ഇന്നലെ പക്ഷേ മൊത്തത്തിൽ ഞാൻ ബാഴ്സലോണയുടെ കേസ് ഇപ്പോൾ എല്ലാവർക്കും സംശയമുള്ള പോലെ തന്നെ എന്തോ പറ്റിയില്ലെന്ന് തോന്നാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഴ്സലോണ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം 5 ഗോൾ അടിക്കുന്ന ഒരു ടീം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ. പക്ഷേ ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഗോളിന് സേഫ് ആയിട്ടുള്ള ഒരു സ്പേസിൽ തന്നെയാണ് ബാഴ്സലോണ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് പേടിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ, പഴയ ബാഴ്സലോണയ്ക്ക് ഇനി ഇതുപോലെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ, എല്ലാവർക്കും മനസ്സിലായില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റെഡ് കാർഡ് കിട്ടി, ഇനി അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ള കാര്യം കൺഫേം ആണ്. നമ്മൾ 2 ഗോൾ അടിച്ച് ഏകദേശം ആ ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് പോസിറ്റീവായിട്ട് നിൽക്കുന്ന രീതിയിലായതുകൊണ്ടായിരിക്കണം കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് കളിച്ചതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പക്ഷെ അതൊരു കാരണമല്ല. പക്ഷെ അതിനകത്തും പല കൺഫ്യൂഷൻസ് അങ്ങനെ. ഞാൻ പക്ഷേ അങ്ങനെയാണ് അതിനെ എടുക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻ ആയിരിക്കും, അത് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു കൂടുതൽ ഇന്നലെ ടീം ഫോക്കസ് ചെയ്തതും യമാലിൻ്റെ സൈഡിലൂടെ ഉണ്ടായിരുന്ന അറ്റാക്സ് തന്നെയാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേർക്ക് യമാൽ കുറച്ച് സെൽഫിഷായി പോയോ ഇല്ലയോ എന്നൊക്കെ തോന്നിയത്. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ നമുക്കറിയാമല്ലോ, എപ്പോഴും ബോൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ട്രേഡ് മാർക്ക് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. ഒന്ന് കയറും, പിന്നെ നേരെ അടുത്ത കട്ട് ചെയ്ത് ബോൾ ഈ സൈഡിലേക്ക് എടുത്ത് അങ്ങനെ കയറി വരുന്നൊരു യമാൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഏകദേശം ഈ ബോൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളായിരിക്കും എന്നുള്ള സാധനമുണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്ലേയേഴ്സിനാണെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരും ഇത് പ്രെഡിക്റ്റ് ചെയ്യും സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കും ഫീൽ ചെയ്തു. പക്ഷേ അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുമോ, അത് ഇനിയുള്ള മത്സരങ്ങളാണ് പറയേണ്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും യമാൽ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ആദ്യത്തെ മാച്ചൊന്നും അല്ലല്ലോ, പുള്ളി ഒരുപാടായി. അപ്പോൾ പുള്ളിക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ മാറ്റാനും തിരിയാനും അതിനനുസരിച്ച് കളി മാറ്റാനും ഒക്കെ അറിയുന്ന ഒരു താരമാണ് എന്നുള്ളതാണ്. അത് സത്യത്തിൽ നമുക്ക് മനസ്സിലായത് ആ 94-ാമത്തെ മിനിറ്റിലുള്ള ഗോളിലാണെന്നുള്ളതാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരേക്കും ഒരിച്ചിരി എന്താ പറയുക ഒന്ന് ഒരു സ്ലോ പേസിൽ അല്ലെങ്കിൽ ഒരു താളത്തിനും ആ ഒരു ഇതിനും വേണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന യമാലിനെ ചൊറിഞ്ഞ് കഴിഞ്ഞത് മാത്രമേ അവർക്ക് ഓർമ്മയുണ്ടായിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദ എപ്പിക് യമാലിനെ നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ്. ആ ഗോൾ വാസ് ലൈക്ക് എല്ലാത്തിനുമുള്ള മറുപടി. പുള്ളിയെ ട്രിഗർ ചെയ്തു, പുള്ളി കൃത്യമായിട്ട് അതിനുള്ള റിപ്ലൈ കൊടുത്തു, ഓൺ ഗ്രൗണ്ടിൽ റിപ്ലൈ കൊടുത്തു. ആൻഡ് ആ സെലിബ്രേഷൻ പോയിട്ട് ആ കിരീടം വെച്ചിട്ട് ആ നിപ്പ് നിന്നപ്പോൾ 10ാം നമ്പർ അണിഞ്ഞ് എനിക്ക് കളിക്കാൻ
ഒരു പ്രശ്നവുമില്ല മക്കളെ എന്നുള്ളത് ആദ്യത്തെ മാച്ചിൽ തന്നെ എന്തായാലും അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യം. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, റാഷ്ഫോർഡിൻ്റെത് മേ ബി ലാലിഗയിലേക്ക് ഇറങ്ങിയതിൻ്റെ ഒരു ഇതാണോ, ചില സമയത്ത് ബോളൊക്കെ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മിസ്സാവുന്നു, പാസ് എടുക്കാനൊക്കെ ഒരു ചെറിയൊരു സംഭവങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മാച്ചിനെ നമുക്ക് ഫസ്റ്റ് മാച്ചായിട്ട് മാത്രം കാണാം, അതിനകത്ത് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം വെച്ച് പഴയ ബാഴ്സലോണ തന്നെയായിരുന്നു. ആകെ ഗോൾ കീപ്പറിൻ്റെ അവിടെ ജുവാൻ ഗാസിയയുടെ ആ ഒരു ഡിഫറൻസ് തന്നെയാണ് പലപ്പോഴും കണ്ടിട്ടുള്ള ബാഴ്സലോണ തന്നെയാണ് ബാക്കി എല്ലാ പൊസിഷനിലും നമുക്ക് കാണാൻ പറ്റിയത്. സോ അപ്പോൾ അതിനകത്ത് വലിയ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും മാറ്റം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി കഴിഞ്ഞ സീസൺ മുഴുവൻ കണ്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം, റാഷ്ഫോർഡും അതുപോലെ തന്നെ ജുവാൻ ഗാസിയും, ഇവർ രണ്ടുപേരിലും ഞാൻ ഒരു ഹ്യൂജ് എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നുണ്ട്, എസ്പെഷ്യലി ഓൺ ജുവാൻ ഗാസിയ. കാര്യം കഴിഞ്ഞ സീസണിൽ പക്ഷേ അതിൻ്റെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 2 റെഡ് കാർഡൊക്കെ കിട്ടി അങ്ങനെ നിൽക്കുന്ന ഒരു ടീമിനെതിരെ എത്ര പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാലോ, അവർ ഓൾറെഡി വീക്കാണ്, 2 പേരില്ല, ഹാൻഡിക്യാപ്റ്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളെന്തൊക്കെ പെർഫോം ചെയ്താലും അതങ്ങനെ തന്നെ വരുള്ളൂ. എന്തായാലും കംഫർട്ടബിളായിട്ട് ജയിച്ചു. ഇനി റെഡ് കാർഡിൻ്റെ വിഷയത്തിലേക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷനും കൂടെ ക്ലിയർ ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ 40 മിനിറ്റിനുള്ളിൽ കിട്ടിയ 2 റെഡ് കാർഡും ടെക്നിക്കലി 2 റെഡ് കാർഡ്സ് തന്നെയാണ്. അത് കൊടുക്കാതിരിക്കാനുള്ള വകുപ്പൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കൊടുക്കേണ്ട സാധനം തന്നെയാണ്. പക്ഷേ എല്ലാവരുടെയും ചോദ്യം വരുന്നത് റഫീനിക്കും അതുപോലെ തന്നെ റെഡ് കാർഡ് കൊടുക്കേണ്ടതായിരുന്നില്ലേ എന്നുള്ളതാണ്. ശരിയാണ്, അത് റെഡ് കാർഡ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പീനിയൻ പറയും അത് റെഡ് കാർഡ് ആയിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബോളിലേക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. പുള്ളിച്ചാടി കുറച്ച് ടഫായിട്ടുള്ളൊരു ടാക്കിൾ തന്നെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അത് റെഡിനുള്ളതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കൊടുക്കാതിരിക്കാനൊന്നും ഞാനൊന്നും കണ്ടില്ല. മിനിമം ഒരു യെല്ലോ കാർഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മിനിമം യെല്ലോ കാർഡല്ല, റെഡ് കാർഡിന് തന്നെയുള്ളൊരു സാധനം തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ സംഭവിച്ചില്ല. ഞാൻ വിശ്വസിക്കുന്നത് ലാ ലീഗയിലെ റഫറിങ് ആണ് ദി ബെസ്റ്റ് എന്നുള്ളതൊന്നും അല്ല. സോ ഇത് കഴിഞ്ഞ സീസണിൽ ഇതുപോലെ ഒരുപാട് പല മാച്ചുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ ബാഴ്സലോണയുടെ മാച്ചിൽ മാത്രമൊന്നുമല്ല, റയൽ മാഡ്രിഡിൻ്റെയിലും കണ്ടിട്ടുണ്ട്, അത്ലറ്റിക്കോയുടെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കാണാറുണ്ടെങ്കിൽ ഇതുപോലെ റെഫറിങ് മിസ്റ്റേക്സ് ഒരുപാട് ലാ ലീഗയിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതൊരു വേറെ സൈഡിൽ എടുത്ത് വെക്കേണ്ട ലാ ലീഗയുടെ ഒരു സംഭവമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. അതുകൊണ്ട് അതൊരു ന്യായമാണോ അല്ലയോ എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. എനിക്കതിൽ വലിയ പുതുമയൊന്നും തോന്നിയില്ല. അത് യൂഷ്വൽ ലാ ലീഗ റെഫറിങ് തിങ് ആയിട്ട് തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തുള്ളൂ. പിന്നെ മൊത്തത്തിൽ കൊള്ളാം. ഒരു സീസൺ തുടങ്ങുന്നതിന് ഏറ്റവും നല്ല രീതിയിൽ 3-0 എന്നുള്ളൊരു കംഫർട്ടബിൾ ലെവലിൽ തന്നെ ജയിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു ഡൗട്ട് എന്ന് പറയുന്നത് എന്ത് പറ്റി ഒരു സ്ലോ ബീറ്റായി പോയല്ലോ. ബാഴ്സ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 9 പേരെയൊക്കെ വെച്ചിട്ട് ഇപ്പുറത്ത് നമ്മുടെ കൈ കിട്ടുമ്പോൾ അടിച്ച് തൂഫാനാക്കി മിനിമം ഒരു 5 അല്ലെങ്കിൽ ഒരു 7 ഒക്കെ ഗോൾ അടിക്കേണ്ടതല്ലായിരുന്നു എന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷേ അതൊരു ചോദ്യമാണ്. പക്ഷേ ഇനിയുള്ള മത്സരങ്ങളിൽ നമുക്ക് കാണാം ബാഴ്സലോണ ഫുൾ പവറിൽ തിരിച്ചു വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായിരുന്നു നിങ്ങളുടെ മാച്ച് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതെന്നും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.